കാര്യങ്ങൾ പോലും വലിയ അക്രമങ്ങളിൽ കലാശിക്കുന്ന കാലമാണിത്. തിരുവനന്തപുരം കാട്ടാക്കട എട്ടുരുത്തിയിൽ ഇലക്ട്രോണിക്സ് കടയിൽ ആക്രമണം. കടയിലെ ജീവനക്കാരനെ മർദ്ദിച്ച സംഘം ടെലിവിഷനുകൾ തല്ലി തകർത്തു. കടയിൽ നിന്ന് വാങ്ങിയ TV കേടായതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുറ്റിച്ചൽ സ്വദേശി അജേഷ് കുമാറിന്റെ കടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അക്രമമുണ്ടായത്. കൂന്താണി സ്വദേശി രാജീവാണ് അക്രമം നടത്തിയതെന്ന് കടയുടമ കാട്ടാക്കട പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് ഈ കടയിൽ നിന്ന് രാജീവ് 1500 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് TV വാങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് കേടായി എന്ന് പറഞ്ഞാണ് രാജീവ് മകനും ഇവിടെ എത്തിയത്. നന്നാക്കി നൽകാമെന്ന് പറഞ്ഞെങ്കിലും കേൾക്കാതെ TV കടയുടെ മുന്നിൽ എറിഞ്ഞു പൊട്ടിച്ചു. ഇവിടെ നിന്ന് പോയ ശേഷം 2-3 പേരുമായി മടങ്ങി വന്ന് ആക്രമണം നടത്തുകയായിരുന്നു. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു TV ഇങ്ങനെ സെക്കൻഡ് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഈ കക്ഷിക്ക്. പക്ഷെ എനിക്ക് പുള്ളി ഇപ്പം നേരെ വ്യക്തമായിട്ട് ഓർമ്മയില്ല. എന്നാലും ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോടടുത്ത് ഇവിടെ കടയിൽ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കടയിലെ ഓണറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി നോക്കിയിട്ട് പറഞ്ഞിട്ട് ചെറിയ കുഴപ്പമുണ്ട്, നോക്കിത്തരാം, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപ് ഈ കൊച്ചി TV അതിനെടുത്ത് തറയിൽ അടിച്ചിട്ട് അതിനെ ചുറ്റി അങ്ങ് കടയ്ക്ക് അകത്തോട്ട് എറിഞ്ഞു. കടയിലെ ജീവനക്കാരനായ ജോർജിന് മർദ്ദനമേറ്റു. വാൾ ഉപയോഗിച്ച് കടയിൽ ഉണ്ടായിരുന്ന ടെലിവിഷനുകൾ വെട്ടി നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. മാരകായുധങ്ങളുമായാണ് സംഘം എത്തിയതെന്ന് പ്രദേശവാസികളും മൊഴി നൽകിയിട്ടുണ്ട്. കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിങ്കര.